പി വി അൻവർ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, എല്ലാ വശങ്ങളും പരിശോധിക്കും. തൃശൂർ പൂരം സംബന്ധിച്ച് VS സുനിൽകുമാർ ഉയർത്തിയ ആരോപണങ്ങളും പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങൾക്കും അർഹമായ പരിഗണന കൊടുത്ത് നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്ന പ്രശ്നം സ്വീകരിക്കില്ല. കുറ്റം തെളിയണമല്ലോ, കുറ്റം തെളിയുമ്പോഴാണല്ലോ. കുറ്റം ആരോപിച്ചതുകൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട്, അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് ചെയ്യും. ഇപ്പോൾ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലിപ്പോ നിന്നാ മതി. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇത് എല്ലാവരുടെയും നിലപാടാണ് ഇത് എന്നുള്ള നിലയിലൊന്നും നിങ്ങൾ എത്തണ്ട. ആ നിലപാട് ഗവൺമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് ഈ പരാതിയുടെ പ്രശ്നങ്ങൾ ഗൌരവമായി പരിശോധിച്ച് ഏതൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പരിഗണിക്കും. സുനിൽകുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറി ശ്രമം നടന്നല്ലേ, സ്വാഭാവികമായിട്ട് നമുക്ക് പരിശോധിച്ചതിന് ശേഷം എന്താണ് ഗൗരവമായിട്ട് തന്നെ എടുക്കും. സുനിൽകുമാറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ ഗൗരവമായിട്ട് എടുത്ത് പിന്നെ ആര് പറഞ്ഞാലും ഗൗരവമായിട്ട് എടുക്കുക. അപ്പൊ സുനിൽകുമാർ ഈ ഒരു പ്രശ്നം ഗൗരവമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഈ നിലപാട്. PV അൻവറിന്റെ ആരോപണം നേരിടുന്നവർ ഭരണരംഗത്തെ പ്രമുഖരെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും. തൃശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടതിൽ ഗൂഢനീക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. RSS CPM ചർച്ചയെന്ന കാഴ്ചപ്പാട് CPIക്ക് ഇല്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ്. ആ ഗൗരവം എല്ലാവർക്കും അറിയാം. ഉന്നയിച്ചത് ഇടതുപക്ഷ MLA ആണ്. ആരോപണ വിധേയർ ഭരണത്തിലെ അത്യുന്നതരാണ്, പോലീസിലെ മേധാവികളാണ്. അതെല്ലാം പരിഗണിക്കുമ്പോൾ അതിന്റെ ഗൌരവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലവണ്ണം തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് ഇതുപോലൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന, ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനങ്ങളും നിലപാടുകളും എല്ലാത്തിലും വേണം എന്നാണ് CPI നിലപാട്. ഇതിനകത്തെല്ലാം ഉണ്ട്. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അന്നേ പറഞ്ഞതാണ്. അതിപ്പോൾ വീണ്ടും പറയുന്നു. തൃശൂർ പൂരം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ്. തൃശൂരിന്റെ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒന്ന് ഒരു പ്രകാരത്തിലും അട്ടിമറിക്കപ്പെടാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അട്ടിമറിക്കപ്പെട്ടു. അതിന്റെ പുറകിൽ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തന്നെ പറഞ്ഞതാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. PV അൻവറിന്റെ ആരോപണം പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും പരിശോധിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പുഴുക്കുത്തുകളെയും സംരക്ഷിക്കില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഉപ്പുതിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങുമെന്ന് KT ജലീലും. പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും. ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും. PV അൻവർ MLA പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെയെന്നും അപ്പോൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം കാണാനാകുമെന്നും ജലീൽ FB പോസ്റ്റിൽ കുറിച്ചു.